ശ്രീ അജിംസെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം പാർലമെൻറ്റ് പാർട്ടിയുടെ നേതാവായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു. തിങ്കളാഴ്ച അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അദ്ദേഹം പ്രത്യേകം കാണേണ്ട ആളുകൾ, രാഷ്ട്രീയ ഗുരുനാഥന്മാർ, അവരുടെ കുടുംബങ്ങൾ, സ്വാഭാവികമായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാർ, ആ ആളുകളെയൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു 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 മുഖ്യമന്ത്രി ആയി ചുമതലയേൽക്കുന്ന ആളുടെ കടമയാണ്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിൽ അദ്ദേഹത്തെ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അദ്ദേഹം കറുത്ത കാറ് മാറ്റി അദ്ദേഹം വെള്ളക്കാറിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ആഡംബരമില്ലാത്ത വലിയ രൂപത്തിൽ 41-51 വണ്ടികളുടെ എസ്കോർട്ടില്ലാത്ത സ്വന്തം നാട്ടിൽ പോലും ഈ രൂപത്തിലെ ആളുകളെയൊക്കെ പേടിപ്പിച്ചും വിറപ്പിച്ചും പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പതനം എന്താണെന്ന് കേരളം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആഡംബരങ്ങളൊന്നുമില്ലാതെ സ്വാഭാവികമായി അദ്ദേഹത്തിന് പരിമിതമായ രൂപത്തിലുള്ള സുരക്ഷാ സംവിധാനം മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം എടുക്കാൻ പോകുന്ന നിലപാടുകളുടെയും നയത്തിൻ്റെയൊക്കെ തുടക്കമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു കഴിഞ്ഞാൽ ആദ്യം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിനകത്ത് കേരളത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി എന്തൊക്കെയാണോ കേരള ജനങ്ങളോട് പറഞ്ഞത്, ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അതൊക്കെ കൃത്യമായി പ്രഖ്യാപിക്കപ്പെടും. തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ തീരുമാനത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതി ഉൾപ്പെടെ അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജനപ്രിയപരമായ നടപടികളുമായി മുമ്പോട്ട് പോകും. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഇന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ആ രൂപത്തിൽ അതിനെ കൂടി ഓവർകം ചെയ്തുകൊണ്ട് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നല്ല ജനപക്ഷ ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട ശ്രീ വി ഡി സതീശൻ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. അതോടൊപ്പം അദ്ദേഹം ഇന്നലകളിൽ എടുത്ത നിലപാട്, മത സാമുദായിക രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി എടുത്ത പല നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഈ കേരളത്തിനകത്ത് പറഞ്ഞു നടന്ന വർഗീയത പറയുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ അത്തരം വർഗീയ നിലപാട് സ്വീകരിക്കുന്നവരോട് കടുത്ത നിലപാട് സ്വീകരിക്കത്തക്ക രൂപത്തിലുള്ള നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും കേരളം പ്രതീക്ഷിക്കുന്ന നല്ല തീരുമാനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.